കർത്താവായ യേശു ക്രിസ്തുവിനെ എപ്രകാരം പരിശുദ്ധാത്മാവായ ദൈവം അവതരിപ്പിക്കുന്നു എന്നുള്ള പഠന പരമ്പരയുടെ 4ാമത്തെ ഷോർട്ട് വീഡിയോ ആണ് യോഹന്നാന്റെ സുവിശേഷം അടിസ്ഥാനമാക്കി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മത്തായിൽ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ്, മർക്കോസിൽ മനുഷ്യവർഗത്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്ന ദാസൻ, ലൂക്കോസിൽ സമ്പൂർണനായ മനുഷ്യൻ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അദ്ദേഹം കണ്ട ദർശനത്തിലെ ജീവിയുടെ 4ാമത്തെ മുഖത്തോട് സാദൃശ്യപ്പെടുത്തുന്നു. കഴുകന്റെ മുഖം ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ഒരു ചിത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു സമ്പൂർണനായ ദൈവമാണ്. അവൻ അനാദിയായി പിതാവിനോടുകൂടെ നിത്യസഹിത്വത്തിൽ വിരാജിച്ചവനായിരുന്നു എന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നതിന്റെ ഉദ്ദേശം തന്നെ 20-ാം അധ്യായത്തിന്റെ 31-ാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനുവേണ്ടിയാണ് ഞാനിത് എഴുതുന്നതെന്ന് യോഹന്നാൻ പറയും. അങ്ങനെ ഇത് വരുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവത്വം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതിലേക്ക് യേശു ക്രിസ്തുവിന്റെ വംശാവലിയെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ, അവൻ അബ്രഹാമിന്റെ മകനാണോ, അവന് യാക്കോബിന്റെ മകനാണോ, ദാവീദിന്റെ മകനാണോ, ആദാമ്യ വംശാവലിപ്പെട്ടവനാണോ, ഇതൊന്നും മിണ്ടാതെ അവന്റെ നിത്യത്വത്തെയും ദൈവത്വത്തെയും ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ തുടങ്ങുമ്പോൾ തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിനുള്ള ഏകജാതനായ തേജസ്സായി കണ്ടു എന്ന് സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്ന വിഷയമാണ് യോഹന്നാൻ തന്റെ ഈ 4ാം സുവിശേഷത്തിൽ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തു നിത്യനായ ദൈവത്തിന്റെ പുത്രനാണെന്നും അവൻ സാക്ഷാൽ ദൈവമാണെന്നും അനുവാചകരെ അറിയിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ സ്ഥിരീകരണത്തിലേക്ക് സഹായിക്കുന്ന 7 അടയാളങ്ങൾ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത 7 അത്ഭുതങ്ങൾ, അതെല്ലാം തന്റെ ദൈവത്വത്തിന്റെ ലക്ഷണങ്ങളെ തെളിയിക്കുന്നവയായിരുന്നു. അവയിൽ ആദ്യമായി ചെയ്തത് ഗലീലയിലെ കാനാവിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവമാണ്. അത് തുടങ്ങി 7 അടയാളങ്ങൾ അക്കമിട്ടെണ്ണി സൂചിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവത്തിന്റെ നിത്യ തേജസ്സായ നിത്യനായ പുത്രനാണെന്നും അവിടുത്തെ അസ്തിത്വം അനാദിയായും ശാശ്വതമായും ഉള്ളതാണെന്നും യോഹന്നാൻ ഈ സുവിശേഷത്തിൽ കൂടി തെളിയിക്കുന്നു.